വചനം 68 വാക്കർത്ഥം. അഫലം യദ്ദബ്ബറു, എന്നാൽ അവർ ഉറ്റാലോചിക്കുന്നില്ലേ, അൽ ഖൗല വാക്ക് പറയുന്നത്, അം ജാഅഹും അഥവാ തങ്ങൾക്ക് വന്നിരിക്കുന്നുവോ, മാലം യഅ്തി വന്നിട്ടില്ലാത്തത്, ആബാഅഹും അവരുടെ പിതാക്കൾക്ക്, അൽ അവ്വലീൻ പൂർവികന്മാരായ മുമ്പുള്ളവരായ. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅ്തി ആബാഅഹുമുൽ അവ്വലീൻ. പറയുന്ന വാക്ക് അഥവാ ഖുർആൻ അവർ ഉറ്റാലോചിക്കുന്നില്ലേ, അഥവാ തങ്ങളുടെ പൂർവ്വപിതാക്കൾക്ക് വന്നിട്ടില്ലാത്തതൊന്ന് ഇവർക്ക് വന്നിരിക്കുന്നുവോ. വചനം 69 വാക്കർത്ഥം. അം ലം യഅരിഫു, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടില്ലയോ, റസൂലഹും അവരുടെ റസൂലിനെ, ഫഹും അതിനാൽ അവർ, ലഹു അദ്ദേഹത്തെ, മുൻകിറൂൻ നിഷേധിക്കുന്നവരാണ് എന്നുണ്ടോ. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അതല്ലെങ്കിൽ അവർ തങ്ങളുടെ റസൂലിനെ അറിഞ്ഞിട്ടില്ല, അതിനാൽ അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നവരാണോ. വചനം 70 വാക്കർത്ഥം. അം യഖൂലൂന, അല്ലെങ്കിൽ അവർ പറയുന്നുവോ, ബിഹി അദ്ദേഹത്തിനുണ്ട് എന്ന്, ജിന്നത്തുൻ ഭ്രാന്ത്, ബൽ എന്നാൽ എങ്കിലും, ജാഅഹും അദ്ദേഹം അവർക്ക് വന്നിരിക്കുന്നു, ബിൽ ഹഖ് യഥാർത്ഥവും കൊണ്ട്, വ അക്സറുഹും അവരിൽ അധികം ആളുകളും, ലിൽ ഹഖ് യഥാർത്ഥത്തെ, കാരിഹൂൻ വെറുക്കുന്നവരാണ്. അം യഖൂലൂന ബിഹി ജിന്നഹ് ബൽ ജാഅഹും ബിൽ ഹഖ് വ അക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്ന് അവർ പറയുന്നുവോ, എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം അവരുടെ അടുക്കൽ യഥാർത്ഥം കൊണ്ടുവന്നിരിക്കുകയാണ്. അവരിൽ അധികമാളുകളും യഥാർത്ഥത്തെ വെറുക്കുന്നവരുമാകുന്നു. 68 മുതൽ 70 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഒന്നാമതായി പറഞ്ഞ ആക്ഷേപം അവർ ഖുർആനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആക്ഷേപം പലപ്പോഴും അല്ലാഹു ആവർത്തിച്ചു പറയാറുള്ളതാണ്. കാരണം അവർ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പക്ഷം അതിന്റെ സത്യതയും പരിശുദ്ധതയും അവർക്ക് ബോധ്യപ്പെടാതിരിക്കുകയില്ല. പിന്നീട് പറഞ്ഞ ആക്ഷേപങ്ങളുടെ സാരം അവർ റസൂലിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാകുന്നു. മുമ്പില്ലാത്ത ഒരു പുതിയ വാദം അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. മുമ്പും പല നബിമാരും ഇതേ സത്യപ്രബോധനവുമായി വന്നിട്ടുണ്ടായിരുന്നു. നബിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽക്കേ അദ്ദേഹത്തിന്റെ മുഴുവൻ ചരിത്രവും അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ സ്വഭാവപ്രകൃതിയും സത്യസന്ധതയുമെല്ലാം അവർക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് അവരുടെ മനസ്സാക്ഷിയെ മൂടിവെച്ചുകൊണ്ടല്ലാതെ അവർക്ക് പറയുവാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ, ഖുർആനെപ്പറ്റി ചിന്തിക്കാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഭാവവും ഗൗനിക്കാതിരിക്കുന്നതുമാണ് അവിശ്വാസികളെപ്പറ്റി ഇവിടെ പറഞ്ഞ ആക്ഷേപങ്ങളുടെ ചുരുക്കം. അപ്പോൾ ഖുർആനും നബിചര്യയും അവഗണിച്ചുകൊണ്ട് ഇന്നവനും പറഞ്ഞതു മാത്രം സ്വീകരിക്കുക എന്ന നയം, അതെ, ചില പണ്ഡിതന്മാരുടെയോ നേതാക്കളുടെയോ അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിച്ച് ഖുർആനും സുന്നത്തും ഗൗനിക്കാതെയുള്ള ഇന്നത്തെ മുസ്ലിങ്ങളുടെ പൊതുനില എത്രമാത്രം ആക്ഷേപകരവും ആപൽക്കരവുമാണെന്ന് ആലോചിച്ചു നോക്കുക.